യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 47-ാമത്തെ വാക്യം. യേശു യഹൂദ്യ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്നു അവൻ കേട്ടു. അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്നു അപേക്ഷിച്ചു. 54-ാം വാക്യം. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ടാണ് ചെയ്തത്. കർത്താവ് ഒന്നാമത്തെ അടയാളം വിവാഹത്തിൽ ചെയ്തു. തൻ്റെ രണ്ടാമത്തെ അടയാളം ഒരു മകൻ്റെ ജീവിതത്തിൽ ചെയ്തു. പിതാവിൻ്റെ അപേക്ഷ കേട്ടിട്ട്, പിതാവിൻ്റെ നിലവിളി കണ്ടിട്ട്, പിതാവിൻ്റെ ദുഃഖത്തെ കണ്ടിട്ട്, വേദനിക്കുന്ന പിതാവിനെ കണ്ടുകൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഇന്നു നമ്മുടെ മധ്യയിൽ ദുഃഖിക്കുന്ന പിതാക്കന്മാർ ആരെങ്കിലുമുണ്ടോ? ദുഃഖിക്കുന്ന അമ്മമാർ ആരെങ്കിലുമുണ്ടോ? എൻ്റെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദുഃഖിക്കുന്ന സകല വ്യക്തികളുടെയും ദുഃഖത്തിൽ നിന്ന് വിടുവിക്കുവാനും അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാനുമായിട്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നു. പ്രിയ പിതാവെ, ചോദിക്കട്ടെ, ഇന്ന് നിന്റെ ദുഃഖത്തിൻ്റെ കാരണമെന്താണ്? അമ്മയായ നിന്റെ ദുഃഖത്തിൻ്റെ കാരണമെന്താണ്? മക്കളാണല്ലോ. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെ പറയുന്ന ആരെങ്കിലുമുണ്ടോ? എൻ്റെ മകനെ ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നു, എൻ്റെ മകളെ ഓർത്ത് ഞാൻ ഒരുപാട് വേദനിക്കുന്നു എന്ന് പറയുന്നവർ. എൻ്റെ ഭർത്താവിനെ ഓർത്ത് ഞാൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, ഇങ്ങനെ പറയുന്ന ആരെങ്കിലുമുണ്ടോ? എങ്കിൽ കേൾക്കുക, യേശു ക്രിസ്തു അവൻ ചെയ്ത രണ്ടാമത്തെ അത്ഭുതം ഏതാണെന്നറിയാമോ? ദുഃഖത്തിലായിരുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദുഃഖത്തെ തുടച്ചു മാറ്റാനിടയായി. എന്തുകൊണ്ടെന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലാണ്, തൻ്റെ സാദൃശ്യപ്രകാരമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചൊരു കുടുംബ വ്യവസ്ഥ ദൈവം സ്ഥാപിക്കുവാനിടയായി. ദൈവം ഒരു കുടുംബ വ്യവസ്ഥയെ സ്ഥാപിച്ചിരിക്കുമ്പോൾ ആ കുടുംബ വ്യവസ്ഥയുടെ അടിസ്ഥാനം വിവാഹമാണല്ലോ. ആ വിവാഹത്തിലൊരു പ്രശ്നം വന്നപ്പോൾ യേശുക്രിസ്തു ഒന്നാമത്തെ അത്ഭുതം ആ വിവാഹത്തിൽ ഉണ്ടായ പ്രശ്നത്തെ തീർത്തു. വിവാഹത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഒരു കുടുംബം രൂപപ്പെടും. വിവാഹത്തിന് ശേഷം എന്താണ്? കുടുംബമായിട്ട് മാറും. നിങ്ങളെ ആരെങ്കിലും ഒരു ഫംഗ്ഷന് ക്ഷണിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് കുടുംബമായിട്ട് വരാൻ പറഞ്ഞെന്നിരിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെന്നിരിക്കട്ടെ. എന്താണ്, ഫാമിലി വന്നില്ലേ എന്ന് ചോദിക്കും. എന്താണ് പറയുന്നത്? ഫാമിലി വന്നില്ലേ എന്ന് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ സഹോദരിമാരെ? നിങ്ങളില്ലെങ്കിൽ ഫാമിലി ഇല്ല. സഹോദരിമാരെ, മനസ്സിലായോ? നിങ്ങളുണ്ടെങ്കിലേ ഫാമിലി ഉള്ളൂ. ഇല്ല എങ്കിൽ ശൂന്യമാണ്. പുരുഷന്മാരുടെ ജീവിതമെല്ലാം ശൂന്യമാകും. നിങ്ങളുണ്ടെങ്കിലേ ഫാമിലിയാകൂ. മനസ്സിലായോ? എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ബ്രൂസ്ലി എന്ന് പറഞ്ഞാൽ, ബ്രൂസ്ലി ഏതിലാണ് ഫേമസ് ആയിരിക്കുന്നത്? ഫൈറ്റിങ്ങിലാണ് ഫേമസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, വിവാഹം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായതാണ്. ആ വിവാഹത്തിലൊരു പ്രശ്നം വന്നപ്പോൾ ദൈവം തന്നെ അത്ഭുതം ചെയ്തു. വിവാഹത്തിന് ശേഷം രൂപപ്പെടുന്നത് കുടുംബമാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിക്കുന്നതിൽ കൂടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ആ കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭാരപ്പെടുന്നത് മാതാപിതാക്കന്മാരാണ്. ഈ പ്രശ്നം എന്താണ്? കുടുംബ പ്രശ്നം. ആദ്യത്തെ പ്രശ്നം വിവാഹത്തിലെ പ്രശ്നമാണ്. ഇപ്പോൾ നാം വായിക്കുന്നതായ പ്രശ്നം കുടുംബത്തിലുണ്ടായ പ്രശ്നമാണ്. മകനൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, മകൾക്കൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ മാതാപിതാക്കന്മാർ തകർന്നു പോകില്ലേ? ഈ മാതാവും പിതാവും തകർന്നു പോകുന്നതിന്റെ കാരണം കടന്നു വന്നിരിക്കുന്നതായ പ്രശ്നം വ്യാപാരത്തിലുള്ള പ്രശ്നമല്ല, അല്ലെങ്കിൽ ജോലിയിലുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം അല്ല. പ്രശ്നമുണ്ടായിരിക്കുന്നത് വീട്ടിലാണ്, കുടുംബത്തിലെ പ്രശ്നമാണ്. സഹോദര സഹോദരി, യേശു ക്രിസ്തു താൻ ചെയ്തതായ രണ്ടാമത്തെ അത്ഭുതം എവിടെയാണെന്നറിയാമോ? കുടുംബത്തിലുണ്ടായതായ ഒരു പ്രശ്നത്തെ തീർക്കുവാനായി യേശു അത്ഭുതം ചെയ്തു. ആ കുടുംബത്തിലുണ്ടായ പ്രശ്നം ആർ കാരണമായിട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? മകൻ കാരണമായിട്ട്. മകനെ ഓർത്തുകൊണ്ട് അപ്പൻ കരയുകയാണ്. മക്കളെ കേൾക്കുന്നുണ്ടോ? മകളെ കേൾക്കുന്നുണ്ടോ? നീ കാരണം മാതാപിതാക്കൾ കരയുന്നത് നല്ലതല്ല. നീ ജനിച്ചതോർത്ത് നിന്റെ മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കുന്നത് അത് ഒരിക്കലും നിനക്ക് അനുഗ്രഹമായ കാര്യം അല്ല. സദൃശവാക്യങ്ങൾ പരിശോധിച്ചാൽ കാണുവാനായിട്ട് കഴിയും. ജ്ഞാനമുള്ള മകൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും എന്തു ചെയ്യും? സന്തോഷിപ്പിക്കും, അവൻ ബഹുമാനിക്കും. ജ്ഞാനത്തിൻ്റെ എതിർപദം എന്താണ്? അജ്ഞാനം. ജ്ഞാനത്തിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനമെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ, അജ്ഞാനി എന്ന് പറയുമ്പോൾ ഭോഷനായവൻ. ഇപ്പോൾ ജ്ഞാനമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്താണ് ചെയ്യുന്നത്? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു. ബുദ്ധിയില്ലാത്തവൻ കരയിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ജ്ഞാനമുള്ളവരായി ജീവിക്കുക.
നീ ജ്ഞാനമുള്ളവനായി ജീവിക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ സന്തോഷിക്കും. നീതിയുള്ളവനായി ജീവിച്ചാൽ നിന്റെ മാതാപിതാക്കൾക്കത് സന്തോഷമാണ്. യൗവനപ്രായത്തിൽ അല്പമായ പാപഭോഗങ്ങൾക്ക് നിന്നെ തന്നെ നീ വിറ്റുകൊടുക്കുകയാണെന്നിരിക്കട്ടെ. പഠനത്തിൽ ശ്രദ്ധിക്കാതെ, ലക്ഷ്യബോധം ഇല്ലാതെ, അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പെട്ടുകൊണ്ട്, വെറിക്കൂത്തുകളിൽ പെട്ടുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ വൃഥാവാക്കുകയാണെങ്കിൽ, നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ ഭാവിയെ നശിപ്പിക്കുകയാണെന്നിരിക്കട്ടെ, മാതാപിതാക്കൾക്ക് നീ ദുഃഖത്തെയാണ് കൊടുക്കുന്നത്. അന്ന് അവിടെ ആ മകൻ അപ്പനെ കരയിപ്പിക്കുകയാണ്. അതിന് കാരണം അവന് രോഗം വന്നിരിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന മകൻ കാരണം പിതാവ് കരയുകയാണ്. ഇന്ന് അനേകം മാതാപിതാക്കൾ കരയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ മക്കൾ വരുത്തിവെച്ചതായ പലവിധമായ പ്രശ്നങ്ങൾ കാരണമാണ്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? അപ്പനെ കരയിക്കുന്നവർ, അമ്മയെ സങ്കടപ്പെടുത്തുന്നവർ, ഭാര്യയെ കരയിപ്പിക്കുന്നവർ, ഭർത്താവിനെ വേദനിപ്പിക്കുന്നവർ. എങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. ഏതാണ് അത്ഭുതം? ഏത് വിഷയമാണോ അപ്പനെ കരയിക്കുന്നതിന് കാരണമായിരിക്കുന്നത്, അമ്മയെ ദുഃഖിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത്, ആ വിഷയത്തിൽ നിന്ന് നീ വെളിയിൽ വരയണം. അന്നാ പിതാവ് കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ മകൻ രോഗബാധിതനായിരിക്കുന്നു. രോഗം വന്നിരിക്കുന്നു. ചില ആളുകൾക്ക് രോഗം ബാധിച്ചിരിക്കുമ്പോൾ മറ്റു ചില ആളുകളെ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നു, ദുരാത്മാവ് പിടിച്ചിരിക്കുന്നു, പലവിധ ദുശീലങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നു. അശുദ്ധ ആത്മാക്കളാകട്ടെ അതുപോലെ ദുശീലങ്ങളാകട്ടെ തങ്ങളുടെ മക്കളെ പിടിക്കുന്നതായ സമയത്ത് സ്വന്തം മാതാവല്ലേ കരയുന്നത്, സ്വന്തം പിതാവല്ലേ ദുഃഖിക്കുന്നത്? അശുദ്ധാത്മാവ് ബാധിച്ചവരായിട്ട് അശുദ്ധമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരായ മക്കളുള്ളതായ മാതാപിതാക്കളാണ് തങ്ങളുടെ മക്കളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്താണ് സംഭവിക്കേണ്ടത്? അത്ഭുതം നടക്കണം. ആ അത്ഭുതം എന്താണ്? ഏത് അശുദ്ധാത്മാവാണോ മക്കളെ ബാധിച്ചുകൊണ്ട് ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നത്, ആത്മീയതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അനാവശ്യ ശീലങ്ങളിൽ അടിമപ്പെടുത്തിയിരിക്കുന്നത്, ആ അശുദ്ധാത്മാവ് നമ്മുടെ മക്കളെ വിട്ടുമാറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപവസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈ പിതാവ് കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മകന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നിരിക്കുന്നു. ആ അപ്പൻ കരയുന്നു എന്ന് പറയുമ്പോൾ അമ്മയും കരയുന്നില്ലേ? അമ്മയും കരയുകയാണ്. അതായത് ആ കുടുംബം ദുഃഖത്തിലായിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മകന് രോഗം ബാധിച്ചിരിക്കുന്നു. അവൻ പീഡാനുഭവിക്കുകയാണ്. രോഗം എവിടെ നിന്നാണ് സാധാരണമായി വരുന്നത്? ദുഷ്ടന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആത്മീയർക്കും രോഗം വരാറുണ്ടല്ലോ. അവ എവിടെ നിന്നാണ് വരുന്നത്? ദൈവം ചില സന്ദർഭങ്ങളിൽ അനുവദിക്കുന്നതാണ്. എങ്ങനെ? യേശുക്രിസ്തു ഒരുപാട് സ്നേഹിച്ചവനായ ലാസർ രോഗത്താൽ ബാധിക്കപ്പെട്ടു. അതായത് ആത്മീയ മനുഷ്യർക്കും രോഗമുണ്ടാകും. ദൈവത്തിന്റെ മക്കൾക്കും രോഗങ്ങൾ പിടിപെടും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണം രോഗങ്ങൾ വരാം. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മെ അനുസരിപ്പിക്കേണ്ടതിനു വേണ്ടി, അനുതാപത്തിലേക്ക് നടത്തേണ്ടതിനു വേണ്ടി ദൈവം രോഗങ്ങൾ അനുവദിക്കാം. ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുവാനോ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുവാനോ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനാരോഗ്യം അനുവദിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തേണ്ടതിനു വേണ്ടി അനാരോഗ്യത്തെ അനുവദിക്കാറുണ്ട്. ലാസറിൻ്റെ ജീവിതത്തിൽ വന്നതായ ആ രോഗം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിനു വേണ്ടിയാണ് ദൈവം അനുവദിച്ചത്. സഹോദരീ സഹോദര, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏത് ബലഹീനതയുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും, ഒരുപക്ഷെ നീ ചെയ്ത തെറ്റുകൾ കാരണം ദൈവം നിന്റെ ജീവിതത്തിൽ രോഗത്തെ അനുവദിച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കാം, അനുതപിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതം ദൈവത്തെ വിട്ട് അകന്നു പോകുന്നതുകൊണ്ട്, അവൻ്റെ സന്നിധി വിട്ട് നാം അകന്നു പോകുന്നതുകൊണ്ട്, അവൻ നമ്മെ നേരെ നടത്തുന്നതായ പ്രവൃത്തിയിൽ, അവൻ്റെ അടുക്കിലേക്ക് നമ്മെ തിരിക്കുന്ന പ്രവൃത്തിയിൽ ചിലപ്പോൾ ദൈവം രോഗത്തെ അനുവദിക്കാറുണ്ട്, കഷ്ടതയെ, ബുദ്ധിമുട്ടിനെ അനുവദിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. കഷ്ടതയുടെ തീച്ചൂളയിൽ ഇയ്യോബിനെ കഷ്ടതയുടെ തീച്ചൂളയിൽ ദൈവം പരിശോധിച്ചു. എന്തുകൊണ്ടെന്നാൽ പൊന്നുപോലെ തൻ്റെ ആത്മീയ ജീവിതം വിളങ്ങേണ്ടതിന് വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കർത്താവ് യേശുക്രിസ്തു അന്ന് ചെയ്തതായ രണ്ടാമത്തെ അത്ഭുതം എവിടെയായിരുന്നു? കുടുംബത്തിൽ. ഈ ദിവസം എൻ്റെ കർത്താവ് നിന്റെ കുടുംബത്തിലും അത്ഭുതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണ് അത്ഭുതം? ഭർത്താവായ നീ കരയുകയാണോ? ഭാര്യയായ നീ ദുഃഖിക്കുകയാണോ?
അമ്മയായ നീ കരയുകയാണോ? അപ്പനായ നീ കരയുകയാണോ? മകനായ നീ ദുഃഖിക്കുകയാണോ? മകളായ നീ കരയുകയാണോ? ആ കരച്ചിലിന്റെ കാരണം എന്തു തന്നെ ആയാലും, എന്തുകൊണ്ടാണോ നീ കരയുന്നത്, ആ വിഷയത്തെ എൻ്റെ ദൈവം തൻ്റെ മഹാ അത്ഭുതത്താൽ പരിഹരിക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നതായ പ്രാർത്ഥനയിൽ കൂടി ദൈവം ചെയ്യുന്നതായ അത്ഭുതം. അതിനുശേഷം നോക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം, മർക്കോസ് 1:16-17 വാക്യങ്ങളിൽ യേശു കർത്താവ് പത്രോസിനെയും അന്ത്രയാസിനെയും അതുപോലെ യോഹന്നാനെയും യാക്കോബിനെയും നിങ്ങളുടെ വ്യാപാരങ്ങൾ വിട്ടിട്ട് വലയും തോണിയും വിട്ടെന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞു. 17 വാക്യം, യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടു അവനെ അനുഗമിച്ചു. അവിടെ നിന്നും അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു. യേശു പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞപ്പോൾ വലയും വള്ളവും വ്യാപാരവുമൊക്കെ അവർ ഉപേക്ഷിക്കാനിടയായി. യേശുവിനെ അവർ അനുഗമിച്ചു. ഫലമായി പത്രോസിനും യാക്കോബിനും യോഹന്നാനും അന്ത്രയാസിനും യേശുക്രിസ്തുവുമായിട്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധം രൂപപ്പെടാനിടയായി. ആത്മീയ പിതാവ് മക്കളെന്ന രീതിയിലുള്ള ബന്ധം ഉണ്ടായി. അതുകൊണ്ട് യേശു കർത്താവ് പലപ്പോഴും അവരുടെ ഗൃഹങ്ങളും സന്ദർശിക്കാറുണ്ട്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. 1 അധ്യായം 29 വാക്യത്തിൽ, അനന്തരം അവർ പള്ളിയിൽ നിന്നും ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോന്റെയും അന്ത്രയാസിന്റെയും വീട്ടിലേക്ക് വന്നു. ആരുടെ വീട്ടിലേക്കാണ് വന്നത്? യാക്കോബിനോടും യോഹന്നാനോടുമൊപ്പം ശീമോന്റെയും അന്ത്രയാസിന്റെയും വീട്ടിൽ വന്നു. നിങ്ങൾ മറക്കരുത്, പത്രോസും അന്ത്രയാസും ആരാണ്? സഹോദരന്മാരാണ്. ഇപ്പോൾ യേശു ആരുടെ വീട്ടിലേക്കാണ് പോയത്? പത്രോസിന്റെയും അന്ത്രയാസിന്റെ വീട്ടിലേക്ക്. റൈറ്റ്. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ ആരുണ്ട്? ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. ശീമോന്റെ വീട്ടിൽ ആരാണുള്ളത്? പറയുക, സംസാരിക്കൂ. ശീമോന്റെ വീട്ടിൽ ആരാണുള്ളത്? അമ്മായിയമ്മ. ഈ കാലത്ത് അമ്മായിയമ്മയെ നോക്കുന്നവരുണ്ടോ? കൂടെ താമസിപ്പിക്കുന്നുണ്ടോ? ഭർത്താവിൻ്റെ അമ്മയാകട്ടെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയാകട്ടെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ടോ? വരാൻ പോലും അനുവദിക്കുന്നില്ല. എന്ന് ചോദിക്കട്ടെ, നിന്റെ അമ്മായിയമ്മ എവിടെയാണ്? അടുക്കൽ പോലും. എന്താണ്? അടുക്കൽ പോലും വരില്ല. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. രൂത്ത് എന്തുകൊണ്ട് അത്ര ശ്രേഷ്ഠയായ വ്യക്തിയായെന്നറിയാമോ? തൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ടും ആ അമ്മായിയമ്മയെ ഉപേക്ഷിക്കാതെ ആ അമ്മായിയമ്മോട് കൂടെ നിന്നതുകൊണ്ട്. അതുമാത്രമല്ല, അമ്മായിയമ്മ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി അവൾ ദാവീദിനെ ലോകത്തിന് കൊടുത്തു. ദാവീദിന്റെ വംശത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനും ഇടയായി. അവളാണ് രൂത്ത്. രൂത്തിന്റെ പ്രത്യേകത എന്താണ്? തൻ്റെ ഭർത്താവ് മരിച്ചുപോയിട്ടും അമ്മായിയമ്മയെ ഉപേക്ഷിച്ചു പോയില്ല. ഇവിടെ നമ്മൾ ഈ വചനത്തിൽ എന്താണ് കാണുന്നത്? പത്രോസിന്റെ വീട്ടിൽ ആരാണുള്ളത്? അമ്മായിയമ്മ. അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ പത്രോസ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൻ യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ്? അമ്മായിയമ്മയ്ക്ക് സുഖമില്ല. കുറേ നാൾ മുമ്പ് ഒരു മനുഷ്യന് ഫോൺ കോൾ വരികയാണ്. അയാൾ അമേരിക്കയിലാണ്. അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ എന്താണെന്ന് വെച്ചാൽ, അയാളുടെ അമ്മായിയമ്മയും അവരോടൊപ്പം കുറച്ച് ആത്മീയരും ചേർന്നുകൊണ്ട് ഹോളി ലാൻഡിൽ പോയി. എവിടെയാണ് പോയിരിക്കുന്നത്? വിശുദ്ധ സ്ഥലത്തേക്ക്, ഇസ്രായേൽ രാജ്യം സന്ദർശിക്കാൻ പോയി. അങ്ങനെ അവർ പോയപ്പോൾ ആ യാത്രയിൽ ഇസ്രായേൽ ദേശത്തെ സ്ഥലങ്ങൾ സന്ദർശിച്ചു പോയപ്പോൾ ഇയാൾക്കൊരു ഫോൺ കോൾ വരികയാണ്. നിങ്ങളുടെ പേര് ജേക്കബ് എന്നാണോ? അതെ, എൻ്റെ പേര് ജേക്കബ് എന്നാണ്. എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഇസ്രായേലിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇസ്രായേൽ രാജ്യത്തിൽ നിന്നോ? എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഇന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? ഇന്ന വ്യക്തിയെ അറിയാമോന്നോ? ആ വ്യക്തി എൻ്റെ അമ്മായിയമ്മയാണ്. ശരി, നിങ്ങളുടെ അമ്മായിയമ്മ ഇപ്പോൾ എവിടെയുണ്ട്? അവർ ഇസ്രായേൽ രാജ്യത്തിലാണ്. വളരെ ദുഃഖകരമായൊരു വാർത്ത ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ അമ്മായിയമ്മ ഇന്നലെ രാത്രി നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രിയിൽ വെച്ച് മരിച്ചുപോയി. അയ്യോ, എൻ്റെ അമ്മായിയമ്മ മരിച്ചുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരുപാട് ദുഃഖിച്ചു.
അപ്പോൾ അധികാരികൾ പറയുകയാണ്, നിങ്ങളുടെ അമ്മായിയമ്മ മരിച്ചുപോയതുകൊണ്ട് അവരുടെ ശവശരീരം അമേരിക്കയിലേക്ക് അയക്കുകയാണെങ്കിൽ അതൊരുപാട് ചിലവേറിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ ചെലവ് നിങ്ങൾ വഹിക്കുകയാണെങ്കിൽ അവരുടെ ശവശരീരം അമേരിക്കയിലേക്ക് ഞങ്ങൾ അയക്കാം. അല്ല എങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഇവിടെ തന്നെ ഞങ്ങൾ അടക്കാം. അതുമാത്രമല്ല, പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ മരിച്ചത് എവിടെ വെച്ചാണെന്നറിയാമോ? ബഥാനി എന്ന ഗ്രാമത്തിൽ വെച്ചാണ്. എവിടെ വെച്ചാണ് മരിച്ചത്? ബഥാനി എന്ന ഗ്രാമത്തിൽ വെച്ച്. ആ ഗ്രാമം ആരുടേതാണ് പറയുക? മറിയയുടെയും മാർത്തയുടെയും ലാസറിൻ്റെയും ഗ്രാമമാണത്. അവർ അവിടെ വെച്ച് തന്നെയാണ് മരിച്ചുപോയത് എന്ന് പറഞ്ഞപ്പോൾ മറുവശത്ത് ഫോണിലുണ്ടായിരുന്ന മരുമകന് എന്തോ ഒരു കാര്യം മനസ്സിലായി. അയാൾ എന്നിട്ട് പറയുകയാണ്, മറുവശത്തുള്ള അധികാരികളോട് പറയുകയാണ്, എത്ര ചിലവേറിയതാണെങ്കിലും കുഴപ്പമില്ല, ദയവ് ചെയ്തെൻ്റെ അമ്മായിയമ്മയുടെ ശവശരീരം ഞങ്ങളുടെ ദേശത്തേക്ക് അയക്കുക. ബ്രദർ, ഏകദേശം 10 ലക്ഷം രൂപയോളം ചിലവാകും, എങ്കിലും കുഴപ്പമില്ല, അയക്കുക. അതെന്താണ്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണിപ്പോൾ പറയേണ്ടത്? നിങ്ങളൊരു പക്ഷേ ബഥാനിയ ഗ്രാമത്തിൽ തന്നെ ശവശരീരം അടക്കിയാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അതേ ഗ്രാമത്തിലുണ്ടായിരുന്ന ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ മരിച്ചുപോയ എൻ്റെ അമ്മായിയമ്മ വീണ്ടും ഉയർത്തെഴുന്നേറ്റാലോ? എന്തിനാണ് വെറുതെ നമ്മൾ കുഴപ്പങ്ങൾ പിടിക്കുന്നത്? അതുകൊണ്ട് പോയത് പോകട്ടെ, ആ ഉപദ്രവം തീർന്നു, അത്രയുള്ളൂ എന്നുള്ള പലരുടെയും ചിന്താഗതി ഇതാണ്. ഉപദ്രവം തീർന്നുപോയി എന്ന്. അമ്മായിയമ്മയാകൊണ്ട് പലരും അങ്ങനെയാണ് പറയുന്നത്. പ്രിയ സഹോദര സഹോദരി, പറയട്ടെ, പത്രോസിൻ്റെ അമ്മായിയമ്മ ആ വീട്ടിലുണ്ട് എങ്കിൽ നിന്റെ കാര്യം ഏതാണ്? ഒരു നിമിഷം ചിന്തിക്കൂ. പ്രിയ സഹോദര സഹോദരി, അതേ സമയത്ത് തൻ്റെ അമ്മായിയമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ പത്രോസ് യേശുവിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മായിയമ്മയ്ക്ക് സുഖമില്ല, ഒരു നിമിഷം കർത്താവ് പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം ലഭിക്കും. അപ്പോൾ യേശുക്രിസ്തു എന്തു ചെയ്തു? നോക്കൂ, എന്താണെന്ന് വായിക്കാം. ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറയാനിടയായി. അവൻ അടുത്തു ചെന്നു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ പനി അവളെ വിട്ടുമാറി. യേശുക്രിസ്തുവിന്റെ സ്പർശനം അറിഞ്ഞ ഉടനെ തന്നെ ശരീരത്തിന് എന്തുപറ്റി? പറയുക, സൗഖ്യം പ്രാപിച്ചു. എന്തുകൊണ്ടാണ്? അത് സൃഷ്ടികർത്താവിൻ്റെ ശരീരമാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് വലിയ ശക്തിയുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ തന്നെ 12 വർഷമായി രക്തസ്രാവത്താൽ ബാധിക്കപ്പെട്ട സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു. അവൻ മഹിമാ സ്വരൂപിയാണ്, മഹത്വമുള്ളവനായ ദൈവമാണ്. അമ്മായിയമ്മ സുഖം പ്രാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കർത്താവായ യേശുക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും അന്ത്രയാസിനെയും അവരവരുടെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യേശുക്രിസ്തു അവരെ വിളിക്കാനിടയായി. അവർ അപ്പോൾ അവൻ്റെ വിളി കേട്ടിട്ട് അവരുടെ വല ഉപേക്ഷിച്ചു, അവർക്കുണ്ടായിരുന്നതായ വള്ളങ്ങൾ ഉപേക്ഷിച്ചു, അവരുടെ വേല ഉപേക്ഷിച്ചു. ആരെ അനുഗമിച്ചു? യേശുവിനെ അനുഗമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങി. വളരെ സന്തോഷം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകാം. 4-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ പള്ളിയിൽ നിന്നും ഇറങ്ങി. ശീമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാൽ അവർ അവൾക്കു വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അതു അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിക്കുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. 1-ാമത്തെ അത്ഭുതം വിവാഹത്തിൽ, 2-ാമത്തെ അത്ഭുതം കുടുംബത്തിൽ, 3-ാമത്തെ അത്ഭുതം ബന്ധുവിൻ്റെ വീട്ടിൽ. എന്താണ് കാണാൻ കഴിയുന്നത്? പറയൂ, എന്താണ് കാണാൻ കഴിയുന്നത്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലയേറിയതെന്താണ് പറയുക? ഭാര്യയും ഭർത്താവും മക്കളും ബന്ധുക്കളും. മനസ്സിലാക്കുക, എന്താണെന്ന് പറയുക. ഭാര്യയും ഭർത്താവും, ഇവരിൽ കൂടി ഉണ്ടാകുന്നത് മക്കൾ വിവാഹം കഴിക്കുമ്പോൾ ബന്ധുക്കൾ. ദൈവം എന്താണിപ്പോൾ ആഗ്രഹിക്കുന്നത്? ഭാര്യയുടെയും ഭർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. മക്കളുടെ ജീവിതത്തിൽ
അത്ഭുതം നടക്കണം. ബന്ധുക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന അത്ഭുതം? സഹോദരീ സഹോദര, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഈ ലോകത്തിലുള്ള സകല അത്ഭുതങ്ങളെക്കാളും വളരെ ശ്രേഷ്ഠമായുള്ള അത്ഭുതം ഏതാണ് പറയുക? സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ സൃഷ്ടികർത്താവിനെ തിരിച്ചറിഞ്ഞ് സൃഷ്ടികർത്താവിനെ ആലിംഗനം ചെയ്യുന്നതാണ് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായ അത്ഭുതം. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തിട്ട് ദൈവത്തെ വിട്ട് അകന്നതിന് ശേഷം അവനെ വീണ്ടെടുക്കുവാനായി കടന്നു വന്നവനായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് തനിക്കുണ്ടായിരിക്കുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വെളിയിൽ വന്ന് യേശുക്രിസ്തു നൽകുന്നതായ നിത്യജീവനെയും നീതിയുള്ളതായ ജീവിതത്തെയും പ്രാപിക്കുന്നതാണ് വലിയ അത്ഭുതം. ഈ വാസ്തവത്തെ ആരും തന്നെ മറക്കരുത്. നമുക്ക് മുഴങ്കാൽ മടക്കാം. എല്ലാ വ്യക്തികളും പ്രാർത്ഥനയിൽ ഒരുമിക്കുന്നതിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. യേശുവേ, ആ ദിവസം തന്റെ മകൻ കാരണം ആ പിതാവ് കരഞ്ഞു. ഈ ദിവസം ഏതു മാതാവാണോ, ഏതു പിതാവാണോ മക്കളെ ഓർത്ത് കരയുന്നത്? കർത്താവേ, ഞങ്ങളുടെ മക്കളെ ദർശിക്കണമേ, ഞങ്ങളുടെ മക്കളോട് കരുണ കാട്ടണമേ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ മക്കളെ കാക്കണമേ, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ, അവരുടെ ആത്മീയതയെ ബലപ്പെടുത്തണമേ, അവരുടെ പഠനത്തിൽ വിജയം കൊടുക്കണമേ, അവരുടെ യൗവനത്തെ കാക്കണമേ. ഏത് ദുഷ്ടശക്തിയാണോ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിച്ചിഴയ്ക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ദുഷ്ടശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് സമ്പൂർണമായ കാവലും വിടുതലും യേശുവേ നിന്റെ മഹാകൃപയാൽ നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾ നിന്റെ മക്കളായി നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഭാഗ്യം ചെയ്യണമേ. ഏതത്ഭുതമാണോ നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്, ആ അത്ഭുതത്തെ പ്രാപിച്ചെടുത്തുകൊണ്ട് നിന്റെ നാമമഹത്വത്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ ഭാഗ്യകരമായ ഒരു ജീവിതം എല്ലാവരും ജീവിക്കേണ്ടതിനു വേണ്ടി സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാണ ആത്മ ശരീരങ്ങളിൽ ഉള്ളതായ സകല ആവശ്യങ്ങളെയും നിവർത്തിക്കണമേ. നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.